ഹായ്, മലയാളി വില്ലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമല്ലേ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ വരാറ്. നമുക്ക് ക്രിസ്മസ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ക്രിസ്മസ് ഇല്ലാണ്ടിരുന്നതെന്ന്. എല്ലാവരും വീഡിയോയൊക്കെ കാണുക. അപ്പോൾ ക്രിസ്മസ് ഉണ്ടായിരുന്നില്ല എങ്കിലും കുട്ടികളെയും കൊണ്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ വരണത്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ക്രിസ്മസൊക്കെ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ആഘോഷിച്ചു എന്നും വിചാരിക്കുന്നു. അപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ 2024 അങ്ങനെ നമ്മൾ നിസ്സാര മണിക്കൂറുകളേ ഉള്ളൂ നമ്മളിൽ നിന്നും 2024 അകന്നു പോകാനായിട്ട്. ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും സന്തോഷിക്കാനുള്ളതും സങ്കടമുള്ളതുമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ, കുറേ കാര്യങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് 2024 നമ്മളിൽ നിന്ന് പോകുന്നത് അല്ലേ. നമ്മളിൽ നിന്നുള്ള സ്നേഹമുള്ള കുറേ ആൾക്കാർ, ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, നമ്മുടെ കുട്ടികൾ, എല്ലാവരും കുറേ ആൾക്കാരെയൊക്കെ നമ്മളിൽ നിന്നും വേർപെടുത്തി കൊണ്ടുപോയി. അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടാവാം. ഓരോരുത്തരുടെ ജീവിതത്തിൽ നടക്കുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും ഒക്കെ ഈ 2024 നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മളിൽ നിന്ന് ഈ എല്ലാ സങ്കടങ്ങളും തന്നിട്ട് 2024 നമ്മളിൽ നിന്ന് പോവുകയാണ്. അതുപോലെ 2025 എതിരേൽക്കാനായിട്ട് നിൽക്കുമ്പം പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും പുതിയ ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് ലോകത്തിലുള്ള സകല ജനങ്ങളും 2025 എതിരേൽക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും 2025 നമുക്ക് വീട് വെക്കണം, കല്യാണത്തിനുള്ള കാര്യങ്ങൾ നോക്കണം, കാറ് മേടിക്കണം, ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യം നോക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും നടത്തണം, നല്ലൊരു മനുഷ്യനാകണം. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലേ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളും അതോടൊപ്പം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സഫലീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പം എന്താ പറയുക, നിസ്സാര മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എണ്ണുന്ന വിരലിലെണ്ണാവുന്ന മണിക്കൂറുകളാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. അപ്പോൾ എല്ലാ ജനങ്ങളും 2025 എതിരേൽക്കാൻ വേണ്ടി ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കി അത് ആഘോഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിൻ്റെ തുടക്കത്തിൽ 2025 തുടക്കത്തിൽ തന്നെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം നമ്മൾ 2025 വാനോളം ഉയർത്തി മുകളിലോട്ട് കൊണ്ടുവയ്ക്കും. അതുപോലെ തന്നെ ഒന്നും നടക്കാണ്ടായി വരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ 2025 പിറന്നിട്ട് ഏറ്റവും മോശപ്പെട്ട ഒരു ദിനമാണ്, മോശപ്പെട്ട വർഷമാണ്. അങ്ങനെ ഒരിക്കലും പറയരുത്. നമ്മുടെ 2025 എന്ന് പറയുന്നത് മോശവുമല്ല ഒന്നുമല്ല. നമുക്ക് ഓരോ സമയമുണ്ട്, അതിൽ ശരിയാവും ഇത് ശരിയാവും എന്നുള്ളത്. അല്ലാണ്ട് ആരും ഒരു വർഷത്തെയും പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ എല്ലാം ചെയ്യേണ്ട സമയത്തിനും നടക്കേണ്ട സമയത്തിനൊക്കെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇതുള്ള പ്രതീക്ഷയുടെ ഈ വർഷം നമുക്ക് എല്ലാവർക്കും നല്ല ഒരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളി വില്ലയുടെ പുതുവത്സരാശംസകൾ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു 100,000 ആശംസകൾ എല്ലാവരുടെ കൂടെയും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരും വരേക്കും ബൈ.